മലയാളികൾക്കാകമാനം അഭിമാനവും സന്തോഷവും പകർന്ന ഒരു വാർത്തയാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായി എന്നുള്ളത്. ഒരു ബാങ്ക് ജീവനക്കാരനായ പ്രൊഫഷൻ ആരംഭിച്ച അദ്ദേഹം അത് രാജിവെച്ച് അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിക്കുകയും കേരള ഹൈക്കോടതിയിൽ ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകനായി പ്രത്യേകിച്ചും ടാക്സ് വിഷയങ്ങളിൽ കോടതികളുടെ മുൻപാകെ ആർഗ്യുമെൻറ്റുകൾ അതിമനോഹരമായി പ്രസൻറ്റ് ചെയ്തും അദ്ദേഹം വളരെ പ്രശസ്തി പിടിച്ചുപറ്റി. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കണ്ട് അംഗീകരിച്ച് അദ്ദേഹത്തെ കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയായി നിയമിച്ചു. വളരെ സ്തുത്യർഹമായ സേവനം അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ചു. അതിനുശേഷം അദ്ദേഹത്തെ ബീഹാർ ചീഫ് ജസ്റ്റിസായി നിയമിതനായി. അങ്ങനെ 13 വർഷത്തെ ഹൈക്കോടതി ജഡ്ജി എന്ന പരിചയവും ആ പരിഗണനയും വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കൊളീജിയം അദ്ദേഹത്തെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കുന്നതിന് ശുപാർശ ചെയ്തു. ആ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും അദ്ദേഹത്തെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയായി നിയമിക്കുകയും ചെയ്തു. ഞാനിവിടെ ഇന്ന് ഈ വിഷയം പറയാൻ കാരണം നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് അർഹമായ പ്രാധാന്യം നൽകിയില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതി ജഡ്ജി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പാർലമെൻറ്റിന് തുല്യമെന്ന് തന്നെ പറയാം. കാരണം ആർട്ടിക്കിൾ 141 അനുസരിച്ച് സുപ്രീം കോടതി ജഡ്ജി പാസ്സാക്കുന്ന ഒരു ഉത്തരവ് അത് നിയമമാകുന്നു. അത് ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഒരുപോലെ ബാധകവുമാകുന്നു. നമുക്കറിയാം, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെയും അതേപോലെ സുപ്രീം കോടതി ജഡ്ജിമാരെയും ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാരെയും ജഡ്ജിമാരെയും നിയമിക്കുന്നതിന് വേണ്ടി ഒരു നിയമം ഈ സർക്കാർ കൊണ്ടുവന്നിരുന്നു. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ ആക്ട് 2014. പക്ഷേ ഈ നിയമത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദ്യം ചെയ്യുകയും 5 അംഗ ബെഞ്ച് ഈ നിയമത്തെ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ നിയമം പാസ്സായതെങ്ങനെ? പാർലമെൻറ്റിൻ്റെ 2/3 അംഗങ്ങൾ അംഗീകരിച്ചു. ഭാരതത്തിലെ പകുതി കൂടുതൽ അസംബ്ലി, അതായത് സംസ്ഥാനങ്ങൾ ഇതിനെ അംഗീകരിച്ചു. അത്രമാത്രം സുശക്തമായിരുന്നൊരു നിയമത്തെ പോലും സുപ്രീം കോടതി ജഡ്ജസിന് ഇല്ലാതെയാക്കാൻ കഴിയുന്ന അത്ര പവറാണ് ഇവർക്കുള്ളത്. അപ്പോൾ അത്ര പരമോന്നതമായൊരു സ്ഥാനത്തേക്ക് നിയമിക്കപ്പെട്ട വിനോദ് ചന്ദ്രൻ സാറിന് വേണ്ടത്ര പരിഗണന നൽകിയില്ല. ഇവിടുത്തെ ഒരു പ്രധാന മാധ്യമമായിട്ടുള്ള മാതൃഭൂമി അതിൻ്റെ 8ാമത്തെ കോളത്തിൽ വളരെ അപ്രസക്തമായി ഒരു സിംഗിൾ കോളത്തിൽ ഒരു വാർത്ത കൊടുത്തു. മനോരമയാകട്ടെ 2ാം പേജിൽ വാർത്ത കൊടുത്തു എങ്കിലും അതിനർഹമായ പ്രാധാന്യം നൽകിക്കൊണ്ടല്ല. കേരള കൗമുദി തുടങ്ങിയിട്ടുള്ള മറ്റ് വാർത്താ മാധ്യമങ്ങളും അദ്ദേഹത്തിന് അത്ര പ്രാധാന്യം നൽകിയിട്ടില്ല. അദ്ദേഹത്തിനെന്നുള്ളതല്ല, ഈ നിയമനത്തിന് അത്ര പ്രാധാന്യം നൽകിയിട്ടില്ല. മറിച്ച് നമുക്കറിയാം, ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന് ഏതെങ്കിലും സ്ഥാനത്തേക്ക് കയറ്റം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഒക്കെ നൽകുന്ന പ്രാധാന്യം, ഇവിടെ മനോരമ 2ാമത്തെ പേജിൽ അൻവറിൻ്റെ രാജിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആ പേജിൽ തന്നെയാണ് നമ്മുടെ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ്റെ ഈ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചുള്ള വാർത്തയും കൊടുത്തിരിക്കുന്നത്. എന്നാൽ അൻവറിൻ്റെ വാർത്തയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം ഇതിന് നൽകിയിട്ടില്ല. ഇതിലേതാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്? കേരളത്തിലെ ഒരു MLA രാജിവെക്കുന്നു എന്നുള്ളത് ഒരു വാർത്തയാണ്, ശരി. പക്ഷേ അതിലൊക്കെ എത്രയോ ഉന്നതമായൊരു സ്ഥാനത്തേക്കാണ് മലയാളിയായ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ഉയർത്തപ്പെട്ടത്. അപ്പോൾ അതിന് വേണ്ട പ്രാധാന്യം നൽകിയില്ല. അപ്പോൾ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ തരത്തിലുള്ള ഒരു തീരുമാനങ്ങൾ വളരെ മോശമാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതി ജഡ്ജി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. അതിലേക്ക് നിയമിതനായ നമ്മുടെ ജഡ്ജിക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്നുള്ളൊരു ദുഃഖസത്യം ഇവിടെ എല്ലാവരുടെ മുമ്പിലും ഒന്ന് ഉണർത്തിച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ഈ വിഷയം ഗൗരവമായി പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി.